എല്ലാവർക്കും നമസ്കാരം. മണിയത്താറ്റുമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീടിന്റെ വാസ്തു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അടുക്കളയ്ക്ക് ഉള്ളത്. വാസ്തുപ്രകാരം നമ്മുടെ വീടിന്റെ ഏറ്റവും സെൻസിറ്റീവായ, ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഭാഗമാണ് അടുക്കള. അടുക്കളയിൽ ഉണ്ടാകുന്ന ചെറിയ വാസ്തുദോഷങ്ങൾ പോലും വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഒരു ചെറിയ ദോഷം പോലും നമ്മളുടെ ജീവിതത്തെ തകിടം മറിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മളുടെ വാസ്തു ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ അടുക്കളയുടെ സ്ഥാനം ശരിയായില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും എത്രമാത്രം അധ്വാനിച്ചാലും അത്തരം വീടുകൾ ഗതി പിടിക്കില്ല എന്നാണ്. എന്നും ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും മാത്രമായിരിക്കും. നമ്മളുടെ വീടിന്റെ അടുക്കളയുടെ സ്ഥാനം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും വെക്കുന്ന ഈ രീതികളും. ഞാനിവിടെ പറയുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരുമിച്ച് വെച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വാസ്തുദോഷങ്ങൾ അത്തരം അടുക്കളകളിൽ ഉണ്ടാകുകയും അത്തരം വീടുകൾ ഗതി പിടിക്കാതെ വരികയും ചെയ്യും. അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളായി വന്നു ഭവിക്കുകയും ചെയ്യും. ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് ഒന്നിച്ചു വെക്കാൻ പാടില്ലാത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തേത് മഞ്ഞൾ പാത്രവും എള്ളു പാത്രവുമാണ്. ഒരു വീട്ടിലും മഞ്ഞൾ പാത്രവും എള്ളു പാത്രവും ഒരുമിച്ച് വെക്കാൻ പാടില്ല. മഞ്ഞൾ ഏറ്റവും ഐശ്വര്യകരമായ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. മഞ്ഞൾ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. എന്നാൽ എള്ളോ പിതൃപരമായ കാര്യങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും അതുപോലെ തന്നെ ചില ക്ഷുദ്രപ്രയോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന വസ്തുവാണ് എള്ള്. ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയാകുന്ന മഞ്ഞളും മരണാനന്തര ചടങ്ങുകൾക്കും അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന എള്ളും ഒരുമിച്ച് ഒരിടത്ത് തന്നെ സൂക്ഷിക്കുന്നത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതായത് മഞ്ഞൾ പാത്രവും എള്ളു പാത്രവും ഒരുമിച്ച് അടുത്തടുത്തായി വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്രകാരം മഞ്ഞളും എള്ളും ഒരുമിച്ച് വെക്കുന്നത് ഏതൊക്കെ വീട്ടിലാണോ അത്തരം വീടുകളിലെ കുടുംബാംഗങ്ങൾക്കും അത്തരം വീടുകൾക്കും വളരെ വലിയ ദോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അടുക്കളയിൽ മഞ്ഞളും എള്ളും ഒരുമിച്ച് വെക്കുന്നവർ അത് വ്യത്യസ്തങ്ങളായ ഷെൽഫുകളിൽ മാറ്റി വെക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, മഞ്ഞളും എള്ളും ഒരുമിച്ച് വെക്കുവാൻ പാടില്ല. അടുക്കളയിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി വെക്കുക. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇത് രണ്ടും വെക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മുറവും നമ്മൾ തേങ്ങ ചിരകാൻ ഉപയോഗിക്കുന്ന ചിരവയും ഉപയോഗിക്കുന്ന രീതികളാണ്. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും നമ്മുടെ അടുക്കളയിൽ മുറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്നും മിക്ക വീടുകളിലെയും അടുക്കളയിൽ മുറം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന മുറവും ചിരവയും മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്ന് പറയുന്നത്? അതായത് അടുക്കളയിൽ നമ്മൾ ഈ രണ്ട് വസ്തുക്കളും പരസ്പരം ചേർത്ത് അല്ലെങ്കിൽ പരസ്പരം കാണുന്ന രീതിയിൽ വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. വാസ്തു ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് ഇങ്ങനെ വെക്കുന്ന വീടുകളിൽ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകും, അപകടം പതിയിരിക്കും എന്നുള്ളതാണ്. പല രീതിയിലുള്ള ദുരിതങ്ങൾ, അപകടങ്ങൾ ഉണ്ടായതിന്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള തോന്നൽ, ഇങ്ങനെയെല്ലാം മുറവും ചിരവയും പരസ്പരം കാണത്തക്ക രീതിയിൽ വെച്ചാൽ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ മുറവും ചിരവയും വെക്കാൻ പാടില്ല എന്നുള്ളതല്ല, മറിച്ച് മുറം ഒരു ഭാഗത്ത് വെക്കുക, വേറൊരു ഭാഗത്ത് നിങ്ങൾ ചിരവ വെക്കുക. മുറവും ചിരവയും അടുക്കളയുടെ രണ്ട് ദിശകളിലായി വെക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വീട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുർദോഷം ഉണ്ടാക്കുന്ന ഒരു ദോഷമാണ്. പല വീടുകളിലും ഞാൻ കാണാറുള്ള കാര്യമാണ്. കാര്യം മറ്റൊന്നുമല്ല, അരകല്ലും അടുപ്പുമാണ്. ഏതെല്ലാം വീടുകളിൽ അരകല്ലും അടുപ്പും അടുത്തു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അടുപ്പിന്റെ സൈഡിൽ തന്നെ അരകല്ല് വെച്ചിട്ടുണ്ടോ, അത്തരം വീടുകളെല്ലാം മുടിഞ്ഞുപോയ ചരിത്രമേ നമുക്ക് കാണാൻ സാധിക്കാറുള്ളൂ. അത്തരം വീടുകളിലെ വീട്ടമ്മമാർക്ക് എന്നും ദുരിതം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല അത്തരം വീടുകളിലെ സ്ത്രീകൾക്ക് ആയുർദോഷം ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക,
അരകല്ലും അടുപ്പും അടുത്തടുത്ത് വരുന്നത് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമാണ്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും ഗ്യാസ് സ്റ്റവും മിക്സിയും എല്ലാമാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് അധികമില്ല എന്ന് പറഞ്ഞാൽ പോലും പല വീടുകളിലും ഇപ്പോഴുമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. പുതിയ രീതികളിൽ പണിയുന്ന വീടുകളിൽ പോലും ഫയർ കിച്ചൺ ഉണ്ടാകാറുണ്ട്. പല വീടുകളിലും ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ഫയർ കിച്ചണോട് ചേർന്ന് തന്നെ അതിന്റെ സൈഡിലായി അരകല്ല് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ അടുപ്പും അരകല്ലും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഒരു തടിയെങ്കിലും എടുത്തു വെച്ച് അതിനെ വേർതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അറിഞ്ഞ് ഇരുന്നുകൊണ്ട് ഒരാളും ദോഷം വിളിച്ചു വരുത്താതിരിക്കുക. ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക, ഇപ്പോൾ തന്നെ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരു മറ തീർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ അരകല്ലും ഇങ്ങനെ അടുപ്പും ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ഒരു കാർഡ്ബോർഡ് മേടിച്ച് അതിനെ വേർതിരിച്ച് വെക്കുക. അല്ലെങ്കിൽ നല്ല തടിക്കഷ്ണം ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ മാറ്റി ഒരു മറ തീർത്ത് വെക്കുക. ഇതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം അത്തരം വീടുകളിലെ സ്ത്രീകൾക്കാണ് എല്ലാ രീതിയിലുള്ള ദുരന്തങ്ങളും വന്നു ചേരുക. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീടിന്റെ അടുക്കളയിൽ ഉപ്പുപാത്രം വെക്കുന്ന സ്ഥലത്ത് മാറാല വരാൻ പാടില്ല എന്നുള്ളതാണ്. സാക്ഷാൽ പൊന്നു തമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി തന്നെയാണ് ഉപ്പ് എന്ന് പറയുന്നത്. എന്നാൽ മാറാല എന്ന് പറഞ്ഞാലോ? മാറാല എന്ന് പറഞ്ഞാൽ മൂദേവിയാണ്. അപ്പോൾ മഹാലക്ഷ്മി ദേവിയാകുന്ന ഉപ്പിനോട് ചേർന്ന് മൂദേവിയാകുന്ന മാറാല വരുന്നത് വളരെ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ, ഐശ്വര്യക്കേടായിരിക്കും ആ വീടിന് ഉണ്ടാക്കുക. മൂദേവി ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി ദേവി വരത്തില്ല. മഹാലക്ഷ്മി ദേവിയും മൂദേവിയും വിപരീത ശക്തികളാണ്. മൂദേവി നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോസിറ്റീവ് എനർജി തരുന്ന മഹാലക്ഷ്മി ദേവിയാണ് ഉപ്പ്. അപ്പോൾ മഹാലക്ഷ്മി ദേവി ഇരിക്കുന്നിടത്ത് ജ്യേഷ്ഠദേവിയായ മൂദേവി വന്ന് കയറി കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവി അവിടെ നിന്ന് പടിയിറങ്ങി പോകുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി ദേവി തർക്കിക്കാനൊന്നും നിൽക്കുകയില്ല. ജ്യേഷ്ഠത്തേക്ക് ആ ഇടം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വീടിന്റെ അടുക്കളകളിൽ ഉപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് മാറാല വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മഹാലക്ഷ്മി ദേവി ഇരിക്കുന്നത് ശുദ്ധിയുള്ള ഇടങ്ങളിൽ മാത്രമാണ്. ശുദ്ധിയുള്ള ഇടങ്ങൾ എവിടെയാണോ അവിടെയായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ വാസം. എവിടെയാണോ ശുദ്ധിയില്ലാത്തത് അവിടെ ജ്യേഷ്ഠ ഭഗവതിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് മഹാലക്ഷ്മി ദേവി പടിയിറങ്ങി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പുപാത്രം പൊടി പിടിച്ചിരിക്കാനോ അഴുക്ക് പിടിച്ചിരിക്കാനോ ഒന്നും ഇടയാകുവാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പല വീടുകളിലും വാസ്തു നോക്കാൻ പോകുന്ന സമയത്ത് ഉപ്പുപാത്രമൊക്കെ അതിന്റെ അടപ്പൊക്കെ പൊട്ടിയിരിക്കുന്ന ഉപ്പുപാത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന അതിന്റെ അടിയിലും ഉപ്പുപാത്രത്തിന്റെ അടപ്പിലുമെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന്റെ അടുക്കളയിലെ മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനമാണ് ഉപ്പുപാത്രം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പിരിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ഉപ്പ് വെച്ചിരിക്കുന്ന പാത്രം പൊടി പിടിച്ചിരിക്കാൻ പാടില്ല, അഴുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല. ആ ഭാഗത്ത് ഉപ്പ് വെച്ചിരിക്കുന്ന ഭാഗം ഒരിക്കലും മാറാലുകളോ അഴുക്കോ നിറഞ്ഞതായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, ഏത് വീടിന്റെ അടുക്കളകളിലാണോ ഉപ്പുപാത്രം ഇരിക്കുന്നിടത്ത് മാറാലകൾ ഉള്ളത് അവിടെ മഹാലക്ഷ്മി ദേവി വാഴില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പുപാത്രം വെക്കുമ്പോൾ അതൊരു മരപ്പാലകയിലോ അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഉപ്പുപാത്രം വെക്കുന്നിടത്ത് ഒരു പലക വെട്ടി ഇട്ടിട്ടുണ്ടാവും. അത്തരം വീടുകളിൽ സമ്പത്ത്, ധനം ഓടിയെത്തും, ഒഴുകിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഉപ്പുപാത്രം വെറും നിലത്ത് വെക്കാൻ പാടില്ല. ഒരു സ്റ്റൂൾ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മരപ്പാലകയോ കാർഡ്ബോർഡോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അത്തരം വീടുകളിൽ ധനസൗഭാഗ്യം വന്നു ചേരും, സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും. എങ്ങനെയാണോ മഹാലക്ഷ്മി ദേവിക്ക് സ്ഥാനം നൽകി ആ അടുക്കളയിൽ ഉപ്പ് വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ അത്തരം വീടുകളിലെ സാമ്പത്തിക സ്ഥിതിയും ഉയർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല വീടുകളിലും കാണാറുണ്ട് അടുക്കളയിൽ ക്ലോക്ക് വെക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് സ്ത്രീകൾ അടുക്കളയിൽ ക്ലോക്ക് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ടൈം പീസ് വെക്കാറുണ്ട്. ടൈം പീസോ ക്ലോക്കോ വെക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും യാതൊരു അപാകതയുമില്ല. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, ഈ ടൈം പീസോ അല്ലെങ്കിൽ ക്ലോക്കോ നിങ്ങൾ ഒരിക്കലും തെക്കോട്ട് മുഖം തിരിച്ച് വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്.
അതായത് ടൈം പീസിന്റെയോ ക്ലോക്കിന്റെയോ ദർശനം ഒരിക്കലും തെക്ക് ഭാഗത്തേക്ക് വരുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരിക്കലും പ്രവർത്തിക്കാത്ത ക്ലോക്ക് അല്ലെങ്കിൽ സമയം നിലച്ച ക്ലോക്ക് അല്ലെങ്കിൽ ടൈം പീസ് നിങ്ങൾ അടുക്കളയിൽ നിന്ന് മാത്രമല്ല വീടിന്റെ ഒരു ഭാഗത്തും ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളിൽ ആരെങ്കിലും അടുക്കളയിൽ ക്ലോക്കോ ടൈം പീസോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് അവിടെ നിന്ന് മാറ്റുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈം പീസോ ക്ലോക്കോ നിലച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാറ്ററി പുതിയത് വാങ്ങിയിട്ട് അതിനെ പ്രവർത്തന സജ്ജമാക്കുകയാണ് വേണ്ടത്. ഒരു രീതിയിലും ഉപയോഗിക്കാൻ കഴിയുന്നതല്ല, പ്രവർത്തന സജ്ജമാകുന്നതല്ല എങ്കിൽ അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ മാറ്റുക എന്നുള്ളത് നിങ്ങൾ വളരെ ഗൗരവമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കേടായ ക്ലോക്കുകൾ, ടൈം പീസുകൾ ഉപയോഗിക്കാൻ പാടില്ല. ടൈം പീസോ ക്ലോക്കോ ഒരു കാരണവശാലും തെക്ക് ദർശനമായി വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം വീടുകൾ മുടിയും. ആ വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ വന്നു ചേരുക. പല രീതിയിലുള്ള അപകടങ്ങളും ആപത്തുകളും അസുഖങ്ങളും അത്തരം വീടുകളിൽ വന്നു ചേരും. സാമ്പത്തികമായി തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് അത്തരം വീടുകൾ മാറും. ഇനി അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആറാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ അരിപാത്രവും വേസ്റ്റ് പാത്രവും അടുത്തടുത്ത് വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. പല വീടുകളിലെയും അടുക്കളയിൽ അരിപാത്രം അടുക്കളയുടെ സ്ലാബിന്റെ അടിഭാഗത്ത് വെക്കാറുണ്ട്. സ്ലാബിന്റെ അടിയിൽ വെക്കുമെന്ന് മാത്രമല്ല, അതിന്റെ അടുത്തായിരിക്കും വേസ്റ്റ് ഇടാനുള്ള പാത്രം വെക്കുന്നത്. സ്ലാബിന്റെ അടിയിൽ അരിപാത്രം വെക്കുന്നത് തന്നെ അതീവ ദോഷകരമാണ്. അതിന്റെ കൂടെ വേസ്റ്റ് പാത്രവും ഒന്നു ചേർന്ന് വരുന്നത് വളരെ ഗുരുതരമായ ദോഷമാണ് ഉണ്ടാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മഹാലക്ഷ്മി ദേവി വാഴുന്ന 108 ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് അരിപ്പാത്രം എന്നുള്ളതാണ്. അങ്ങനെയുള്ള അരിപാത്രം ഒരിക്കലും സ്ലാബിന്റെ അടിയിൽ നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. ആ അരിപാത്രം വേസ്റ്റ് പാത്രത്തിന്റെ അടുത്ത് വെക്കാതിരിക്കുക. അതുപോലെ ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പല വീടുകളിലും നമ്മൾ വാഷ് ബേസിന്റെ സിങ്കിന്റെ ഒക്കെ അടിയിൽ അരിപാത്രം വെക്കാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ. അത്തരം വീടുകളിൽ അന്നം മുട്ടുമെന്നാണ് പറയുന്നത്. അന്നം മുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരത്തിനുള്ള വക പോലും ഇല്ലാതാകും, അല്ലെങ്കിൽ ദാരിദ്ര്യം അത്തരം വീടുകളിൽ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി തീരും എന്നുള്ളതാണ്. എത്ര കോടീശ്വരന്മാരായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകൾ പതുക്കെ പതുക്കെ ദാരിദ്ര്യാവസ്ഥയിലേക്ക്, സമ്പത്ത് നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയിലേക്ക് മാറും. സമ്പത്ത് ക്ഷയിച്ച് ഇല്ലാതാകും. നിങ്ങൾ മനസ്സിലാക്കുക, അരിപാത്രം ഒരിക്കലും നമ്മൾ സ്ലാബിന്റെ അടിയിൽ വെക്കാൻ പാടില്ല, സിങ്കിന്റെ അടിയിൽ വെക്കാൻ പാടില്ല. ഒരിക്കലും അരിപാത്രത്തോട് ചേർന്ന് വരത്തക്ക രീതിയിൽ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ വെക്കുവാൻ പാടില്ല. അറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾ ആരും തെറ്റ് ചെയ്യല്ലേ. മഹാലക്ഷ്മി ദേവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ. ഇതാണ് നിങ്ങൾ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുപ്പും വെള്ളവും തമ്മിലുള്ള ബന്ധമാണ്. പല വീട്ടമ്മമാരും അടുക്കളയിൽ സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങളിലോ വെള്ളം പിടിച്ചു വെക്കും. അപ്പോൾ തന്നെ പൈപ്പുകളിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപയോഗിക്കാൻ. നല്ല ശുദ്ധമായി വെള്ളം തെളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ വെള്ളം പിടിച്ചു വെക്കാറുണ്ട്. അങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അടുപ്പിനോട് ചേർന്ന് അങ്ങനെ വെള്ളം പിടിച്ചു വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അടുപ്പും വെള്ളവും വിപരീത ശക്തികളാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കും, അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് കുഴപ്പമില്ലേ എന്ന്. അടുപ്പിൽ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അടുപ്പിന്റെ ലക്ഷ്യം തന്നെ പാചകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജലം നിങ്ങൾ പാത്രത്തിൽ തിളപ്പിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ വെള്ളം പിടിച്ചു വെക്കുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്യുകയാണ്. വിപരീത ശക്തികൾ ഒരേ ഇടത്ത് തന്നെ ഇരിക്കേണ്ട വരുന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെ വിപരീത ശക്തികൾ ഒരേ ഇടത്ത് വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും കലഹങ്ങൾ ഉണ്ടാകും. ഈ കലഹം നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കിടയിലും പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിൽ കലഹങ്ങളും വഴക്കുകളും ഉണ്ടായാൽ മനസമാധാനക്കുറവും മനക്ലേശങ്ങളും പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകും. അത്തരം വീടുകളിൽ ഒരിക്കലും ഐശ്വര്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഈ വെള്ളം പിടിച്ചു വെക്കുന്നവർ ഒരു കാരണവശാലും അടുപ്പിനോട് ചേർന്ന് വെള്ളം വെക്കുവാൻ പാടില്ല. ഈ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അറിഞ്ഞിരുന്നുകൊണ്ട് ദോഷം വിളിച്ചു വരുത്തരുത്. ഇനി എട്ടാമത്തെ കാര്യം, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവും ഒരിക്കലും അടുക്കളയിലെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിലോ വെക്കരുത് എന്നുള്ളതാണ്.
പല വീടുകളിലും കാണുന്ന ഒരു ശീലമാണ് വീട്ടമ്മമാർ അമ്പലത്തിൽ പോകും, അവിടെ പൂജകളും വഴിപാടുകളും പുഷ്പാഞ്ജലിയും എല്ലാം നടത്തും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വീട്ടിൽ വന്നു ചേരുമ്പോൾ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. പലരും അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസം വീടിന്റെ അടുക്കളയിൽ കൊണ്ടുവന്ന് അലമാരയിലോ ഫ്രിഡ്ജിന്റെ മുകളിലോ ഒക്കെ എളുപ്പത്തിന് കൊണ്ടുവന്ന് വെക്കും. പായസമൊന്നും ഒരിക്കലും അടുക്കളയിൽ കയറ്റാതിരിക്കുക, അത് വീടിന്റെ ഡൈനിങ് ടേബിളിൽ വെക്കുക. പക്ഷെ അവിടെ നോൺ വെജ് വിഭവങ്ങളൊന്നും കാണുവാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവും എല്ലാം ഹാളിലോ പൂജാമുറികളിലോ ഒക്കെ വേണം വെക്കുവാൻ. ഒരു കാരണവശാലും അടുക്കളയിലേക്കോ നിങ്ങളുടെ കിടപ്പുമുറികളിലേക്കോ അത് കയറ്റുവാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീടിന്റെ വടക്കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും സ്ഥാനമുണ്ട്, മുറിയുണ്ട് എങ്കിൽ അവിടെ വെക്കാം. അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഒരിക്കലും പൂവും പ്രസാദവും മറ്റു വഴിപാടുകളും ഒന്നും അടുക്കളയിൽ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കുവാൻ പാടില്ല. അത് വളരെ ദോഷമാണ്. ചെയ്ത വഴിപാടിന്റെ കൂടി ഫലം നശിച്ചു പോകുവാൻ, ഇല്ലാതാകുവാൻ അത് കാരണമാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 9ാമത്തെ കാര്യം മരുന്ന് കുപ്പികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഒരിക്കലും മരുന്നുകൾ നിങ്ങൾ അടുക്കളയിൽ കൊണ്ടുചെന്ന് വെക്കുവാൻ പാടില്ല. അത് ടാബ്ലറ്റ് ആയിക്കൊള്ളട്ടെ, ക്യാപ്സ്യൂൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള സിറപ്പുകളോ മറ്റ് എന്ത് മരുന്നുകളും ആയിക്കൊള്ളട്ടെ, ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ മെഡിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളൊന്നും അടുക്കളയിൽ കൊണ്ടുചെന്ന് വെക്കരുത്. മരുന്ന് കുപ്പികൾ നിങ്ങൾ അടുക്കളയിൽ വെച്ചാൽ അത്തരം വീടുകളിലെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും രോഗദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും വീട്ടമ്മമാർ എടുക്കാനുള്ള സൗകര്യത്തിനും ഓർക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി ഇത്തരത്തിൽ മരുന്നുകൾ അടുക്കളയിൽ വെക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. വളരെ ദോഷകരമായ കാര്യമാണ്. അതുപോലെ അടുക്കളയിൽ ഒരിക്കലും ചൂല് വെക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെരുപ്പുകൾ ഒരിക്കലും അടുക്കളയിൽ വെക്കുവാൻ പാടില്ല. അടുപ്പ് പൊട്ടിയ പാത്രങ്ങൾ, ഏതെങ്കിലും രീതിയിൽ നാശം വന്ന പാത്രങ്ങൾ, ഇതൊന്നും അടുക്കളയിൽ വെക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ചൂലും ചെരുപ്പും അതുപോലെ വിള്ളൽ വീണ പാത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒന്നും അടുക്കളയിൽ നിങ്ങൾ വെക്കരുത്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ അടുക്കളയിൽ വെച്ചാൽ അവിടെ മൂദേവി വാസം ഉണ്ടാവും, മഹാലക്ഷ്മി അവിടെ നിന്ന് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ അധ്യായത്തിൽ ഏതാണ്ട് 10ഓളം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ അടുക്കളയിൽ എല്ലാ വീട്ടമ്മമാരും ചെയ്യുക. അതുപോലെ നിങ്ങൾ അടുക്കള വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡുകളും സോപ്പ് പൊടി തുടങ്ങിയവയൊക്കെ ഒരിക്കലും സിങ്കിന് താഴെ വെക്കുവാൻ പാടില്ല. അതുപോലെ മിക്സിയുടെ ജാറ്, മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കൾ തുടങ്ങിയവയൊന്നും തന്നെ സിങ്കിന് താഴെ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ ചിലരെങ്കിലും ഭക്ഷണ സാധനങ്ങള്, പച്ചക്കറികള് ഇവയൊക്കെ സിങ്കിന് താഴെ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ വന്നത്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.